സർക്കാരിന്റെ അനുവാദമില്ലാതെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിനും അഭിമുഖം നൽകിയതിനും ബി അശോകിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സർക്കാരിനെ കുറ്റം പറഞ്ഞു എന്ന പേരിലാണ് നിലവിൽ ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഇന്ന് അശോക് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അശോക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ സസ്പെൻഷൻ നടപടിക്കെതിരെ ഞാൻ കോടതിയിലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ പോകില്ല എന്നും സർക്കാർ ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോഴുള്ള പ്രതികാരമാണ് സസ്പെൻഷൻ നടപടി എന്നാണ് അശോക് പറഞ്ഞത്. ജനം പുറത്താക്കിയ സർക്കാരിന്റെ സസ്പെൻഷൻ മേശപ്പുറത്തിരിക്കട്ടെ, കാരണമില്ലാത്ത ഉത്തരവായത് കൊണ്ട് തന്നെ അത് പുതിയ സർക്കാർ വരുമ്പോൾ പിൻവലിക്കപ്പെടുമെന്നും തിരികെ സർവീസിൽ പ്രവേശിക്കുമെന്നാണ് അശോക് പറയുന്നത്. മറ്റ് നടപടിയൊന്നും ആവശ്യമില്ല, കോടതിയിലേക്കോ ട്രിബ്യൂണലിലേക്കോ പോകുന്നില്ല. കഴിഞ്ഞ ജനുവരി 25 മുതൽ പൊതുഭരണ വകുപ്പിൽ നിന്നും IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന നീക്കത്തിന്റെ ഭാഗമായാണ് ഇതിനെ ഞാൻ കാണുന്നതെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. 5 തവണ മുഖ്യമന്ത്രിയെ ട്രിബ്യൂണലിൽ കയറ്റി. മുഖ്യമന്ത്രിയുടെ ചട്ടവിരുദ്ധമായ മുഴുവൻ നടപടികളും റദ്ദു ചെയ്യിപ്പിച്ചു. അഖിലേന്ത്യാ സർവീസ് ചട്ടം അനുസരിച്ച് കേരളത്തിൽ IAS കേഡർ നടത്താവൂ എന്ന ഉത്തരവ് സർക്കാരിന് വലിയ വൈക്ലഭ്യം ഉണ്ടാക്കിയെന്നാണ് അശോക് പറയുന്നത്. 2025 മുതൽ തന്നെ സർക്കാരിന് പുറത്തേക്ക് ഓടിക്കാൻ ഉടായ്പകളും തന്ത്രങ്ങളും രൂപീകരിച്ചു. തദ്ദേശ വകുപ്പ് രൂപീകരിച്ച കമ്മീഷനിലും KDFC ചെയർമാൻ എന്നിവിടങ്ങളിൽ നിയമിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾ ട്രിബ്യൂണൽ റദ്ദാക്കിയെന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാരിന്റെ നാണം കെട്ട പരാജയം മറയ്ക്കാൻ താൻ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് പറഞ്ഞാണ് തനിക്ക് സസ്പെൻഷൻ തന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ തന്റെ അടിമ വേലക്കാരനാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം ജനിച്ചിട്ടുള്ളവരാണെന്നും അത് കോറസായുള്ള വാഴ്ത്തുപാട്ട് മാത്രം നടത്താമെന്ന ചിലരുടെ മനോഭാവമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സമൂഹ മാധ്യമത്തിലും മറ്റ് മാധ്യമങ്ങളിലും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളുടെ കട്ടിങ്ങുകളെടുത്ത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് കാട്ടി ഒരു സ്വകാര്യ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയിരുന്നു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ അത് തള്ളുകയാണ് ചെയ്തത്. അച്ചടക്ക വശം സർക്കാരിനെ പരിശോധിക്കാമെന്ന് കമ്മീഷൻ പറഞ്ഞിരുന്നു. അതേ ഫയൽ അനുസരിച്ചാണ് നിലവിൽ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഏത് പരാമർശത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് എന്നൊന്നും ആ ഉത്തരവിലില്ല. വെറും സസ്പെൻഷൻ ചെയ്യപ്പെടുന്നു എന്ന് മാത്രമാണ് ആ ഉത്തരവിലുള്ളത്. മുഖ്യമന്ത്രിയുടെ അംഗീകാരമില്ലാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 മുതൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് IAS അസോസിയേഷൻ ട്രിബ്യൂണലിൽ കേസ് നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായ 5 കേസും പരാജയപ്പെട്ടപ്പോൾ തന്നോട് വിരോധമുണ്ടായെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. തുടർഭരണത്തിലും അതോടൊപ്പം തന്നെ മുമ്പ് ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന ഉത്തരവാണ് നിലവിലെ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. സർക്കാർ എന്ത് തോന്നിവാസം കാണിച്ചാലും IAS ഉദ്യോഗസ്ഥനോ IPS ഉദ്യോഗസ്ഥനോ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്താൽ സസ്പെൻഷൻ അല്ലെങ്കിൽ കേസ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ഒന്നാം പിണറായി സർക്കാരിൽ നല്ല നിലയ്ക്കുള്ള ടീം വർക്ക് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. പ്രളയം, കോവിഡ് സമയത്തടക്കം സിവിൽ സർവീസുകാർ അക്ഷീണം പ്രയത്നിച്ചു. അത് തുടർഭരണത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറിയിരുന്നു. മുതിർന്ന മന്ത്രിമാരടക്കം ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തു. രണ്ടാം സർക്കാർ, അത് 2023 ഈ സർക്കാർ താളം തെറ്റി. ഇതിന്റെ പ്രധാന കാരണം ഏതാണ്ട് 12ഓളം വിരമിച്ച മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ പലയിടങ്ങളിലും പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നതാണ് ഈ സർക്കാർ താളം തെറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇതായി മാറിയത്. അത് IAS IPS ഉദ്യോഗസ്ഥരുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് പിണറായി സർക്കാർ രണ്ടാമതും കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നത്, അല്ലാതെ സർക്കാരിന്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല എന്നാണ് ബി അശോക് പറഞ്ഞത്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്.